അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ സിലബസ് അനുസരിച്ച് പഠിക്കുന്നതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ പരിചയപ്പെടുക എന്നത്. അസ്ലുൽ ലുഗൽ അറബിയയിൽ നിന്നും 2004 മുതൽ 2025 വരെയുള്ള പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, ലുഗവിയുൻ കൂഫിയുൻ ജമഅ അശ്ആറുൽ അറബ് ലിൽ ഖലീഫത്തി മഹ്ദി ഫി കിതാബിൻ അത്ലഖ അലൈഹി. കൂഫയിലെ ഒരു ഭാഷാ പണ്ഡിതൻ ഖലീഫയായ മഹ്ദിക്ക് വേണ്ടി അറബികളുടെ കവിതകൾ ഒരു കിതാബിൽ സമാഹരിച്ചു. ആ ഒരു കിതാബിന്റെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ അൽ അദബുൽ അറബിൽ ജാഹിലി, ഓപ്ഷൻ ബി ജംഹറത്തു അശ്ആറുൽ അറബ്, ഓപ്ഷൻ സി അൽ മുഫല്ലലിയാത്ത്, ഓപ്ഷൻ ഡി അൽ മുഅല്ലഖാത്തു സബ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി അൽ മുഫല്ലലിയാത്ത്. ഖലീഫയായ മഹ്ദിക്ക് വേണ്ടി മുഫല്ലൽ ഇബ്നു ലബ്ബി സമാഹരിച്ച ഒരു ഗ്രന്ഥമാണ് അൽ മുഫല്ലലിയാത്ത് എന്നുള്ളത്. അടുത്ത ചോദ്യം, അസ്അബുൽ ഉമം ഇൻഖിയാദൻ ബഅ്ലുഹും ബഅ്ൽ ലിൽ ഖില്ല വൽ ഉൻഫ വ ബഅ്ദൽ ഹിമ്മ വ ഖല്ലമാ തജ്തമിഉ അഹ്വാഇഹിം. നിയന്ത്രിക്കാനും ഭരിക്കാനും ഏറ്റവും പ്രയാസം നിറഞ്ഞ ഒരു വിഭാഗമാണിവർ. അതിൻ്റെ കാരണം ഇവരുടെ അഹങ്കാരവും വിശാലത കുറവുള്ള മനസ്സും പരുക്കമായ ഹൃദയവുമാണ്. മാത്രമല്ല ഇവരുടെ ആഗ്രഹങ്ങൾ, ഈ ആളുകളുടെ ആഗ്രഹങ്ങൾ ഒരുമിച്ച് കൂടുന്നത് വളരെ അപൂർവമാണ്. ഏതു തരം ആളുകളാണിവർ? ഓപ്ഷൻ എ അസ്വീനിയൂൻ, ഓപ്ഷൻ ബി അൽ അറബ്, ഓപ്ഷൻ സി അൽ ഫുർസ്, ഓപ്ഷൻ ഡി അർ റൂം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് അൽ അറബ്. അറബികളെയാണ് നിയന്ത്രിക്കാനും നയിക്കാനും പ്രയാസം നിറഞ്ഞത്. അതിൻ്റെ കാരണം അവരുടെ വിശാലത കുറവുള്ള ഹൃദയവും അഹങ്കാരവും പരുക്കമായിട്ടുള്ള സ്വഭാവവും മാത്രമല്ല അവരുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഒത്തുകൂടുക എന്നത് വളരെ അപൂർവമായിട്ടുള്ളൊരു കാര്യം കൂടിയായിരുന്നു. അടുത്ത ചോദ്യം, തൻതമി അൽ ലുഗൽ അറബിയ ഇല. അറബി ഭാഷ ഏതിലാണ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻ എ അൽ ലുഗാത്തുൽ ഹാമിയ, ഓപ്ഷൻ ബി അൽ ലുഗാത്തു സാമിയ, ഓപ്ഷൻ സി അൽ ലുഗാത്തുൽ ആരിയ, ഓപ്ഷൻ ഡി അൽ ലുഗാത്തുൽ ഹബഷിയ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അൽ ലുഗാത്തു സാമിയ. സെമറ്റിക് ഭാഷകളുടെ ഇനത്തിലാണ് അറബി ഭാഷ ഉൾപ്പെടുന്നത്. അൽ അറബ് ഉമ്മത്തും മിനൽ ഉമം അല്ലത്തി ഇസ്തൊലഹൽ മുഅദ്ദിഖൂൻ അലാ അൻ യുസമ്മുഹ. അറബികൾ എന്ന് പറയുന്നത് ഒരു ജനവിഭാഗം ആണ്. ചരിത്രകാരന്മാർ എന്ത് പേരിലാണ് അവരെ വിളിക്കുന്നത്? ഓപ്ഷൻ എ സാമിയ, ഓപ്ഷൻ ബി ഹാമിയ, ഓപ്ഷൻ സി ആരിയ, ഓപ്ഷൻ ഡി മൻഗോലിയ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ സാമിയ. സെമറ്റിക് വിഭാഗത്തിലാണ് ചരിത്രകാരന്മാർ അറബികളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഹിയ ഖരിയത്തും ബൈന നഖ്ല വ ത്വായിഫ് ബൈനഹ വ ബൈന മക്ക സലാസു മറാഹിൽ അൽ ഹദസി സൂഖൻ അസ്ബഹത് ഷഹീറ ജിദ്ദൻ ഖിലാല അയ്യാമിൽ ജാഹിലിയ ഹത്ത നഹബഹൽ ഖവാരിജ്. നഖ്ലയുടെയും ത്വായിഫിന്റെയും ഇടയിലുള്ള ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിനും മക്കയ്ക്കും ഇടയിൽ 3 മർഹലകളാണുള്ളത്. പിന്നീട് അതൊരു ചന്തയായി മാറി. ജാഹിലിയ കാലഘട്ടത്തിൽ ഏറ്റവും പ്രശസ്തി നിറഞ്ഞ ഒരു ചന്തയായി മാറി. ഖവാരിജുകൾ അതിനെ കൊള്ളയടിക്കുന്നത് വരെ അത് നിലനിന്നു. ഓപ്ഷൻ എ മജിന്ന, ഓപ്ഷൻ ബി ഉക്കാൽ, ഓപ്ഷൻ സി ദുൽ മജാസ്, ഓപ്ഷൻ ഡി സിഖത്തുൽ ലിവ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഉക്കാൽ. ഉക്കാല ചന്തയെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. നഖ്ലയുടെയും ത്വായിഫിന്റെയും ഇടയിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു ചന്തയാണ് ഉക്കാല ചന്ത.
അടുത്ത ചോദ്യം, الرجز أول ما نظمه العرب للهداء والغالب في الظن أنه مأخوذ من. റജ്സ് എന്നുള്ള ബഹർ ആദ്യമായി കൊണ്ട് അറബികൾ രചിക്കുന്നത് ഒട്ടക സവാരിക്ക് വേണ്ടിയായിരുന്നു എന്നാണ് കൂടുതലും വിശ്വസിക്കപ്പെടുന്നത്. എന്നാൽ റജ്സ് എന്ന് പറയുന്ന ഒരു ബഹർ എന്തിൽ നിന്നാണ് പിടിച്ചെടുത്തിരിക്കുന്നത്? ഓപ്ഷൻ എ സിയറുൽ ഖുയൂൽ ഫി സഹാരി, മരുഭൂമിയിലുള്ള കുതിരകളുടെ സവാരിയിൽ നിന്ന്. ഓപ്ഷൻ ബി സിയറുൽ ജമാലി വഹിസ്സതിഹ, ഒട്ടകങ്ങളുടെ സവാരിയിൽ നിന്നും അതിൻ്റെ ചാഞ്ചാട്ടത്തിൽ നിന്നും. ഓപ്ഷൻ സി സൗത്തു തൊബൂൽ, ഡ്രമ്മുകളുടെ ശബ്ദത്തിൽ നിന്ന്. ഓപ്ഷൻ ഡി സൗത്തു നാഇ, വിദൂരമായ ഒരു ശബ്ദത്തിൽ നിന്ന്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഒട്ടകങ്ങളുടെ സഞ്ചാരത്തിൽ നിന്നും അതിൻ്റെ ചുവടുകളുടെ ശബ്ദത്തിൽ നിന്നും ചാഞ്ചാട്ടത്തിൽ നിന്നൊക്കെയാണ് റജ്സ് എന്ന് പറയുന്ന ബഹർ ഉൾത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഖബീലത്തുൻ അറബിയ മിൻ ഗത്ഫാൻ മിനൽ അദ്നാനിയ ഉഖ്തു അബ്സ് കാനത്ത് ബൈനഹുമാ ഹർബ് ദാഹിസ് വൽ ഗബ്റാ. അദ്നാൻ വംശത്തിൽപ്പെട്ട ഗത്ഫാൻ ഗോത്രത്തിലുള്ള ഒരു അറബി ഗോത്രമാണ്. ദാഹിസ് വൽ ഗബ്ര യുദ്ധത്തിൽ അബ്സ് ഗോത്രത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഗോത്രം കൂടിയാണ്. ഓപ്ഷൻ എ ദുന്നൂൻ, ഓപ്ഷൻ ബി ദുബിയാൻ, ഓപ്ഷൻ സി ദുൽകുഫ്ർ, ഓപ്ഷൻ ഡി ദു സൈദാൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ദുബിയാൻ. അബ്സ് ഗോത്രത്തിന്റെയും ദുബിയാൻ ഗോത്രത്തിനും ഇടയിലാണ് ദാഹിസ് വൽ ഗബ്ര എന്ന് പറയുന്ന യുദ്ധം ഉണ്ടായിട്ടുള്ളത്. അടുത്ത ചോദ്യം, യർജുൽ മുഅർരിഖൂൻ അൽ അറബ് ഇലാ സലാസി തൊബഖാത്ത് വഹിയ. ചരിത്രകാരന്മാർ അറബികളെ 3 തൊബക്കകളിലേക്കാണ് മടക്കുന്നത്. അവ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ അൽ മുതാരിബ വൽ ആരിബ വൽ മുസ്താരിബ, ഓപ്ഷൻ ബി അൽ ബാഇദ വൽ ആരിബ വൽ മുസ്താരിബ, ഓപ്ഷൻ സി അൽ ഖഹ്താനിയൂൻ വൽ അദ്നാനിയൂൻ വൽ ബാഇദൂൻ, ഓപ്ഷൻ ഡി അൽ ബാഇദ വൽ മുനാദറ വൽ തഗാലിബ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ചരിത്രകാരന്മാർ അറബികളെ 3 തൊബക്കകളായിട്ട് മടക്കുന്നത് അൽ ബാഇദ വൽ ആരിബ വൽ മുസ്തറിബ എന്നീ നിലക്കാണ്. അടുത്ത ചോദ്യം, കാന വഅദുൽ ബനാത്ത്. വഅദുൽ ബനാത്ത് എവിടെയാണ് ഉണ്ടായിരുന്നത്? ഓപ്ഷൻ എ ആമൻ ബൈന ജമീഉൽ അറബ്, മുഴുവൻ അറബികളിലും ഉണ്ടായിരുന്നു. ഓപ്ഷൻ ബി ഹാസൻ ബനി തമീം, ബനു തമീമിൽ പ്രത്യേകമായിട്ടുണ്ടായിരുന്നതാണ്. ഓപ്ഷൻ സി ഹാസൻ ലി ബഅ്ലി ഖബാഇലി ബനി ദുബിയാൻ, പ്രത്യേകിച്ചും ബനു ദുബിയാൻ ഗോത്രത്തിലെ ചിലയിടത്തായിരുന്നു. ഓപ്ഷൻ ഡി ഹാസൻ ബി ബഅ്ലി ഖബാഇലി തമീം വ അസദ്, ബനു തമീമിന്റെയും ബനു അസദ് ഗോത്രത്തിന്റെയും ഇടയിൽ ചിലയിടത്താണ് ഉണ്ടായിരുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. വഅദുൽ ബനാത്ത് എന്ന് പറയുന്നത് ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു രീതിയായിരുന്നു. അതായത് ജനിച്ചിട്ട് കുറഞ്ഞ ആഴ്ചകൾ മാത്രം പ്രായമുള്ള പെൺകുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടുക എന്നുള്ള സമ്പ്രദായം. മിക്കപ്പോഴും ജീവനോടെ തന്നെയാണ് അവരെ കുഴിച്ചു മൂടുന്നത്. സാധാരണ രീതിയിൽ അവരുടെ പിതാവോ അല്ലെങ്കിൽ പിതാമഹനോ അല്ലെങ്കിൽ കുടുംബത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരു മുതിർന്ന വ്യക്തിയോ ആയിരിക്കും ഈ ഒരു പ്രവൃത്തി ചെയ്യുക. അപ്പോൾ പെൺകുട്ടികളെ കുഴിച്ചു മൂടുക എന്നുള്ള ആ ഒരു കാര്യം കൂടുതലായിട്ടും കണ്ടുവന്നിരുന്നത് ബനു തമീമിന്റെയും ബനു അസദ് ഗോത്രത്തിന്റെയും ചിലയിടത്തായിരുന്നു. അടുത്ത ചോദ്യം, യുറദ്ദുൽ ഉലമാ അലുഗാത്തു സാമിയ ഇല. പണ്ഡിതന്മാർ സെമറ്റിക് ഭാഷകളെ മടക്കുന്നത് എന്തിലേക്കാണ്? ഓപ്ഷൻ എ അൽ ആരാമിയ വൽ യൂനാനിയ വൽ കൻആനിയ, ഓപ്ഷൻ ബി അൽ ആരാമിയ വൽ ആശൂരിയ വൽ ലാത്തീനിയ, ഓപ്ഷൻ സി അൽ ആരാമിയ വൽ കൻആനിയ വൽ അറബിയ, ഓപ്ഷൻ ഡി അൽ ആരാമിയ
വൽ അബ്രാനിയ വ സംസ്കൃതിയ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അൽ ആരാമിയ വൽ കൻആനിയ വൽ അറബിയ. ഇവയിലേക്കാണ് സെമറ്റിക് ഭാഷകളെ പണ്ഡിതന്മാർ മടക്കുന്നത്. അടുത്ത ചോദ്യം, ഹർബുൻ ജറത് ബൈന തഗ്ലബ് വ ബിക്ർ ഫിൽ ജാഹിലിയ വദാമത് 40 സന യുത്ലഖു അലൈഹ. തഗ്ലബ് ബിക്ർ ഗോത്രങ്ങൾക്കിടയിൽ നടന്ന ജാഹിലിയ കാലഘട്ടത്തിലെ ഒരു യുദ്ധമാണ്. ഏകദേശം 40 വർഷത്തോളം നീണ്ടു നിന്നൊരു യുദ്ധമാണ്. ഏതാണ് ആ യുദ്ധം? ഓപ്ഷൻ എ ഹർബ് ദാഹിസ് വൽ ഗബ്രാൽ, ഓപ്ഷൻ ബി ഹർബുൽ ബസൂസ്, ഓപ്ഷൻ സി അൽ ഹർബുൽ അഹ്ലിയ, ഓപ്ഷൻ ഡി അൽ ഹർബുൽ 40 സന. കറക്റ്റ് ആൻസർ ഹർബുൽ ബസൂസ് ആണ്. ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, മാ ഇൻതഹ ഇലൈക്കും മിമ്മ ഖാലത്തിൽ അറബ് ഇല്ല അഖല്ലഹു ഖാലഹു. ഇവിടെ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആരാണ് പറഞ്ഞിട്ടുള്ളത്? അറബികൾ പറഞ്ഞതിൽ നിന്ന് കുറച്ചല്ലാതെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിട്ടില്ല. ഓപ്ഷൻ എ അബു അംർ ബിൻ അലാവ്, ഓപ്ഷൻ ബി അബുൽ അല അൽ മഅരി, ഓപ്ഷൻ സി അൽ മുസ്തഷ്രിഖ് അൽ അലമാനി നൂൽദീക്കി, ഓപ്ഷൻ ഡി ജുർജി സെയ്ദാൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അബു അംർ ബിൻ അല ആണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അറബികൾ പറഞ്ഞതിൽ നിന്ന് കുറഞ്ഞതല്ലാതെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിട്ടില്ല എന്ന്. അടുത്ത ചോദ്യം, ലൈസത്ത് മിൻ ഉസ്രത്തിൽ ലുഗാത്തി സാമിയ. സെമറ്റിക് ഭാഷാ കുടുംബത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ അൽ ലുഗത്തുൽ കൻആനിയ, ഓപ്ഷൻ ബി അൽ ലുഗത്തുൽ ഹബഷിയ, ഓപ്ഷൻ സി അൽ ലുഗത്തുൽ അക്കാഡിയ, ഓപ്ഷൻ ഡി അൽ ലുഗത്തുൽ ആരിയ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അൽ ലുഗത്തുൽ ആരിയ. ആര്യൻ ഭാഷയാണ് സെമറ്റിക് ഭാഷാ വിഭാഗത്തിൽ ഉൾപ്പെടാത്തത്. അൽ ലുഗത്തുൽ കൻആനിയയും അൽ ലുഗത്തുൽ ഹബഷിയയും അൽ ലുഗത്തുൽ അക്കാദിയയും എല്ലാം സെമറ്റിക് ഭാഷകളുടെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. അടുത്ത ചോദ്യം, അഷ്ഹറു റുവാത്ത് അയ്യാമുൽ അറബ്. അയ്യാമുൽ അറബ് അതായത് ജാഹിലിയ കാലഘട്ടത്തിലെ യുദ്ധങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഏറ്റവും പ്രശസ്തിയാർന്ന ആൾ ആരായിരുന്നു? വ്യക്തി ആരായിരുന്നു? ഓപ്ഷൻ എ അൽ മൈദാനി, ഓപ്ഷൻ ബി ഹമ്മാദു റാവിയ, ഓപ്ഷൻ സി ഇബ്ൻ ഇസ്ഹാഖ്, ഓപ്ഷൻ ഡി ഉബാദ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഹമ്മാദു റാവിയാണ് അയ്യാമുൽ അറബ് റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഏറ്റവും പ്രശസ്തിയായ വ്യക്തി. അടുത്ത ചോദ്യം, അഷ്ഹറു അസ്വാഖുൽ അറബ് ഫിൽ ജാഹിലിയ. ജാഹിലിയ കാലഘട്ടത്തിലെ അറബികളുടെ ചന്തകളിൽ ഏറ്റവും പ്രശസ്തിയുള്ളത് ഏതായിരുന്നു? ഓപ്ഷൻ എ ദുൽ മജാസ്, ഓപ്ഷൻ ബി അത്തഹരീർ, ഓപ്ഷൻ സി ധൂമത്തുൽ ജുന്തൽ, ഓപ്ഷൻ ഡി ഉക്കാൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഉക്കാല ചന്തയായിരുന്നു. മിൻ അഷ്ഹരി അസ്വാഖിൽ ജാഹിലിയ. ജാഹിലിയ ചന്തകളിൽ ഏറ്റവും പ്രശസ്തിയുള്ളത് ഏതാണ്? ഓപ്ഷൻ എ ഉക്കാൽ, ഓപ്ഷൻ ബി ഉതുബ, ഓപ്ഷൻ സി ഹൗറാൻ, ഓപ്ഷൻ ഡി ഉമർ ആഫന്തി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഉക്കാൽ ആണ്. അടുത്ത ചോദ്യം, യുസമ്മ അറബ് ഷമാൽ. വടക്കൻ അറബികളെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഖഹ്ത്വാനിയീൻ, ഓപ്ഷൻ ബി അദ്നാനിയീൻ, ഓപ്ഷൻ സി ഹിജാസിയീൻ, ഓപ്ഷൻ ഡി ലൈസ മിമ്മാ ദുക്കിറ അഅ്ലാഹു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അദ്നാനികൾ എന്നാണ് വടക്കൻ അറബികളെ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഇന്ന അനാസിറുൽ അദബ് അർബഅ. സാഹിത്യത്തിന്റെ ഘടകങ്ങൾ 4 എണ്ണമാണ്. അൽ ആതിഫ വൽ മഅന
വൽ ഉസ്ലൂബ്. വികാരം, അതുപോലെ ആശയം, ശൈലി. നാലാമത്തെ ഘടകം എന്താണ്? ഓപ്ഷൻ എ അൽ ഫസാഹ, ഓപ്ഷൻ ബി അൽ ഖയാൽ, ഓപ്ഷൻ സി അൽ ഈജാസ്, ഓപ്ഷൻ ഡി അൽ കിനായ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, അൽ ഖയാൽ ആണ്. സാഹിത്യത്തിന്റെ ഘടകങ്ങൾ 4 അവ അൽ ആത്തിഫ, വൽ മഅന, വൽ ഉസ്ലൂബ്, വൽ ഖയാൽ. മിൻ അയ്യാമിൽ ജാഹിലിയ ദാമത് 40 സന. 40 വർഷത്തോളം നീണ്ടുനിന്ന ജാഹിലിയ കാലഘട്ടത്തിലെ യുദ്ധം ഏതായിരുന്നു? ഓപ്ഷൻ എ ഹർബുൽ ബസൂസ്, ഓപ്ഷൻ ബി അൽ ഹർബുൽ അർബഈനിയ, ഓപ്ഷൻ സി ഹർബു ദാഹിസ് വൽ ഖബ്രാ, ഓപ്ഷൻ ഡി അൽ ഹർബുൽ അഹ്ലിയ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഹർബുൽ ബസൂസ് ആണ്. അടുത്ത ചോദ്യം, മുഅല്ലിഫു മസാദിറു ഷിറിൽ ജാഹിലി. മസാദിറു ഷിറിൽ ജാഹിലി എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാരാണ്? ഓപ്ഷൻ എ ഷൗഖി ലൈഫ്, ഓപ്ഷൻ ബി അഹ്മദ് ഷായബ്, ഓപ്ഷൻ സി നാസിറുദ്ദീൻ അൽ അസദ്, ഓപ്ഷൻ ഡി മുസ്തഫ സാദിഖ് റാഫിഈ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, നാസിറുദ്ദീൻ അൽ അസദിൻ്റെതാണ് മസാദിറു ഷിറിൽ ജാഹിലി എന്ന് പറയുന്ന ഗ്രന്ഥം. അടുത്ത ചോദ്യം, അക്ബറു മജ്മുഅ ലിശുറിൽ അറബ് വസലത് ഇലൈന. നമ്മിലേക്ക് എത്തിയിട്ടുള്ള അറബി കവിതകളുടെ ഏറ്റവും വലിയ സമാഹാരം ഏതാണ്? ഓപ്ഷൻ എ അൽ മുഫല്ലലിയാത്ത്, ഓപ്ഷൻ ബി അൽ ഉംദ, ഓപ്ഷൻ സി ദീവാനുൽ അറബ്, ഓപ്ഷൻ ഡി അൽ അഗാനി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, അൽ മുഫല്ലലിയാത്ത് ആണ്. മുസ്തശ്രിഖുൻ അലമാനി ലഹു താരിഖ്. ജർമ്മൻ ഓറിയന്റലിസ്റ്റ് ആണ്, അദ്ദേഹത്തിന് താരിഖുൽ അദബിൽ അറബിയുണ്ട്. ആരാണ് ആ വ്യക്തി? ഓപ്ഷൻ എ കാരൽ ബ്രോക്ക്മാൻ, ഓപ്ഷൻ ബി ഫിലിപ്പ് ഹിറ്റി, ഓപ്ഷൻ സി യോഹന്ന യെറൂഗൽ, ഓപ്ഷൻ ഡി ബ്രൂക്കിൽസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, കാരൽ ബ്രോക്കിൽമാന്റെ കിതാബാണ് താരീഖുൽ അദബുൽ അറബി. അദ്ദേഹം ഒരു ജർമ്മൻ ഓറിയന്റലിസ്റ്റ് ആണ്. അടുത്ത ചോദ്യം, അല്ലഫ കിതാബു മസാദിറു ഷിറിൽ ജാഹിലി. മറ്റൊരു വർഷം ചോദിച്ച അതേ ചോദ്യമാണ്. മസാദിറു ഷിറിൽ ജാഹിലി എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാരാണ്? ഓപ്ഷൻ എ നാസിറുദ്ദീൻ അൽ അസദ്, ഓപ്ഷൻ ബി മുസ്തഫ സാദിഖ് റാഫിഈ, ഓപ്ഷൻ ഡി ഷൗഖി, ഓപ്ഷൻ ഡി മുഹമ്മദ് മൻദൂർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, നാസിറുദ്ദീൻ അൽ അസദ് ആണ്. അടുത്ത ചോദ്യം, ലൈസ മിൻ ഷുറാഹിൽ മുഫല്ലലിയാത്ത്. മുഫല്ലലിയാത്ത് ഷറഹ് ചെയ്ത വ്യക്തികളിൽ ഉൾപ്പെടാത്തത് ആരാണ്? ഓപ്ഷൻ എ അൽ അൻബാരി, ഓപ്ഷൻ ബി അൽ ആമുദി, ഓപ്ഷൻ സി അൽ മർസൂഖി, ഓപ്ഷൻ ഡി അത്തബരീസി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, അൽ ആമുദിയാണ്. അൻബാരിയും മർസൂഖിയും തബരീസിയും മുഫല്ലലിയാത്തിന് ഷറഹ് ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, ജംഹറത്തു അഷ്ആറുൽ അറബ് യുൻസബു ഇല. ആരിലേക്കാണ് ജംഹറത്തു അഷ്ആറുൽ അറബ് ചേർത്തുന്നത്? ഓപ്ഷൻ എ അബി സൈദുൽ ഖുറശി, ഓപ്ഷൻ ബി അൽ മൈദാനി, ഓപ്ഷൻ സി ഇബ്നു നുഹാസ്, ഓപ്ഷൻ ഡി ഹമ്മാദുർ റാവിയ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, അബി സൈദുൽ ഖുറശി. അബു സൈദുൽ ഖുറശിയിലേക്കാണ് ജംഹറത്തു അഷ്ആറുൽ അറബ് ചേർത്തുന്നത്. ജംഹറത്തു അഷ്ആറുൽ അറബിന്റെ രചയിതാവ് അബു സൈദുൽ ഖുറശിയാണ്. അടുത്ത ചോദ്യം, മുലൂക്കുൽ ഫുർസ് യുറഫൂന. പേർഷ്യൻ രാജാക്കന്മാർ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ അൽ അക്കാസിറ, ഓപ്ഷൻ ബി ഫറാഴിന, ഓപ്ഷൻ സി ഖയാസിറ, ഓപ്ഷൻ ഡി തബാബിഅ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, പേർഷ്യൻ രാജാക്കന്മാരെ
കൈസർ അതായത് അക്കാസറ എന്നും റോമൻ രാജാക്കന്മാരെ കിസ്റ അതായത് കയാസറ എന്നുമാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, കാനത്ത് ധൂമത്തുൽ ജുന്തൽ ഫിൽ അഹദിൽ ജാഹിലി. ജാഹിലിയ കാലഘട്ടത്തിൽ ധൂമത്തുൽ ജുന്തൽ എന്തായിരുന്നു? ഓപ്ഷൻ എ സൂഖൻ, അതൊരു ചന്തയായിരുന്നു. ഓപ്ഷൻ ബി മഅഹദൻ, അതൊരു സ്ഥാപനമായിരുന്നു. ഓപ്ഷൻ സി ബൈത്തൻ, അതൊരു വീടായിരുന്നു. ഓപ്ഷൻ ഡി കനീസത്തൻ, അതൊരു ചർച്ചായിരുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, സൂക്കൻ. ജാഹിലിയ കാലഘട്ടത്തിലെ ഒരു ചന്തയാണ് ധൂമത്തുൽ ജുന്തൽ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, മൻ അസ്സസ ദാറുൻ നദുവ. ആരാണ് ദാറുൻ നദുവ സ്ഥാപിച്ചത്? ഓപ്ഷൻ എ ആൽ സഫ്വാൻ, ഓപ്ഷൻ ബി ബനു മുറ, ഓപ്ഷൻ സി ബനു ഉദ്വാൻ, ഓപ്ഷൻ ഡി ഖുസൈ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ദാറുൻ നദുവയുടെ സ്ഥാപകൻ ഖുസൈ ഇബ്നു കിലാബാണ്. അടുത്ത ചോദ്യം, അവ്വലു മജ്മുഅ ഷഅരിയ ലിശുഅറാഉൽ അറബ്. അറബി കവികളുടെ ആദ്യത്തെ കവിതാ സമാഹാരം ഏതാണ്? ഓപ്ഷൻ എ അൽ ഹാഷിമിയാത്ത്, ഓപ്ഷൻ ബി അൽ മുഅല്ലഖാത്ത്, ഓപ്ഷൻ സി അൽ അസ്മഇയാത്ത്, ഓപ്ഷൻ ഡി അൽ മുഫല്ലലിയാത്ത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, അൽ മുഅല്ലഖാത്ത് ആണ്. അടുത്ത ചോദ്യം, ലുഗത്തുൽ യമൻ ഹിയ അക്സറു ഇത്തിസാലൻ ബില്ലുഗ. യമൻ ഭാഷ ഏതു ഭാഷയോടാണ് കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്? ഓപ്ഷൻ എ അൽ ഹബ്ഷിയ, ഓപ്ഷൻ ബി അൽ ഖിബ്തിയ, ഓപ്ഷൻ സി അൽ ആരാമിയ, ഓപ്ഷൻ ഡി അസുറിയാനിയ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, അൽ ഹബ്ഷിയ. ഹബ്ഷി ഭാഷയോടാണ് യമൻ ഭാഷ കൂടുതലും ബന്ധപ്പെട്ട് കിടക്കുന്നത്. അടുത്ത ചോദ്യം, ലൈസ മിൻ ഫുനൂനി ശിഅരിയൽ മഅറൂഫ. അറിയപ്പെട്ട കവിതയുടെ കലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ അൽ ഖസസി, ഓപ്ഷൻ ബി അൽ ഖുറാമി, ഓപ്ഷൻ സി അത്തഅലീമി, ഓപ്ഷൻ ഡി അത്തംസീലി. ഇവിടെ നെറ്റിന്റെ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയുമാണ്. അതായത് അൽ ഖുറാമി എന്നുള്ളതും അത്തഅലീമി എന്നുള്ളതും അത്ര തന്നെ അറിയപ്പെടാത്ത കവിതയുടെ ഇനങ്ങളാണ്. അടുത്ത ചോദ്യം, മക്കാനുൻ കാനത്ത് തജ്തമിഉ ഫീഹി ഖുറൈശ് ലിൽ മുശാവറ ഫീ ജാഹിലിയതിഹ. ജാഹിലിയ കാലഘട്ടത്തിലെ ഖുറൈശികൾ കൂടിയാലോചന നടത്താൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരുന്ന സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? ഓപ്ഷൻ എ ദാറുൻ നദുവ, ഓപ്ഷൻ ബി ദാറുൽ ഇസ്ലാം, ഓപ്ഷൻ സി ദാറുൽ ഉലൂം, ഓപ്ഷൻ ഡി ദാറുൽ ഹിക്മ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ദാറുൻ നദുവയാണ്. ഖുറൈശികൾ ജാഹിലിയ കാലഘട്ടത്തിൽ കൂടിയാലോചന നടത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സ്ഥലത്തിന് പറയുന്ന പേര്. ഈ ദാറുൻ നദുവ സ്ഥാപിച്ചത് ഖുസൈ ഇബ്നു കിലാബാണ്. അടുത്ത ചോദ്യം, ലുഗത്തുൽ ഹിജാസ് ഹിയ അക്തറു ഇത്തിസാലൻ ബിൽ ലുഗ. ഏതു ഭാഷയോടാണ് ഹിജാസി ഭാഷ കൂടുതലായി ബന്ധപ്പെട്ട് കിടക്കുന്നത്? ഓപ്ഷൻ എ അൽ അക്കാദിയ, ഓപ്ഷൻ ബി അൽ അറബിയ, ഓപ്ഷൻ സി അൽ കിൽദാനിയ, ഓപ്ഷൻ ഡി അൽ ആഷൂരിയ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ലുഗത്തുൽ ഹിജാസ്. ഹിജാസി ഭാഷ കൂടുതലായും ബന്ധപ്പെട്ട് കിടക്കുന്നത് അറബി ഭാഷയോടാണ്. അടുത്ത ചോദ്യം, അശ്ശാഇറുൽ ഖസസി യുദ്കറു ഫീ ശഅരിഹി. ഷാഇറുൽ ഖസസി അദ്ദേഹത്തിന്റെ കവിതയിലൂടെ പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ അൽ മലാഹിം, ഓപ്ഷൻ ബി ഹികായാത്തുൽ ഇഷ്ക്, ഓപ്ഷൻ സി മനാസിർ ത്വബീഇയ, ഓപ്ഷൻ ഡി അൽ മവാഇദ്. അതായത് ഇതിഹാസങ്ങള്, പ്രണയകഥകള്,
പ്രകൃതി കാഴ്ചകള്, ഉപദേശങ്ങൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഒരു ഷാഇറുൽ ഖസസി അദ്ദേഹത്തിന്റെ കവിതയിലൂടെ ചിത്രീകരിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് ഇതിഹാസങ്ങളാണ്. അടുത്ത ചോദ്യം, അൽ ഇല്യാദ ഹിയ തമസ്സലു ഷെർ. ഈല്യഡ് അത് ഏതു തരം കവിതയാണ് പ്രതിനിധീകരിക്കുന്നത്? ഓപ്ഷൻ എ അൽ ഗിനാഇ, ഓപ്ഷൻ ബി അൽ ഖസസി, ഓപ്ഷൻ സി അത്തംസീലി, ഓപ്ഷൻ ഡി അത്തഅലീമി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അൽ ഇല്യാദ എന്നുള്ള ഈല്യഡ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ അത് പ്രതിനിധീകരിക്കുന്നത് അഷീറുൽ ഖസസിയെയാണ്. അടുത്ത ചോദ്യം, അഷീറുൽ മൻസൂബ് ഇലൽ അസ്രിൽ ജാഹിലി വസലത് ബിലുഗ. ജാഹിലിയ കാലഘട്ടത്തിലെ കവിതകൾ ഏതു ഭാഷയിലാണ് എത്തിയിരുന്നത്? ഓപ്ഷൻ എ അദ്നാൻ, ഓപ്ഷൻ ബി ഖഹ്ത്വാൻ, ഓപ്ഷൻ സി കിൽദാൻ, ഓപ്ഷൻ ഡി അൽ ഖസ്സാൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അദ്നാനി ഭാഷയിലാണ് ജാഹിലിയ കാലഘട്ടത്തിലെ കവിതകൾ ഉണ്ടായിരുന്നത്. അടുത്ത ചോദ്യം, അസ്സൂഖുല്ലതി കാനത് തുഖാമു ഫിൽ അശ്ഹുരിൽ ഹറം വയുഫിദു ഇലൈഹ സുഅമാഉൽ അറബ് വ ഉമറാഉൽ ഖൗൽ ലിൽ മുതാജറ വൽ മുനാഫറ വ മുഫാദാത്തുൽ ഉസ്ര വ അദാഉൽ ഹജ്ജ്. പുണ്യമാസങ്ങളിൽ നിലനിന്നിരുന്ന ഒരു ചന്തയാണ്. അവിടേക്ക് അറബികളിലെ നേതാക്കന്മാരും രാജകുമാരന്മാരും എത്തിയിരുന്നു. കച്ചവടത്തിനും ലേലത്തിനും മാത്രമല്ല മോചനദ്രവ്യത്തിനും ഹജ്ജ് ചെയ്യാൻ വരെ എത്തിയിരുന്ന ആളുകൾ ഈ ഒരു ചന്തയിൽ ഒരുമിച്ച് കൂടിയിരുന്നു. ഏതാണ് ആ ഒരു ചന്ത? ഓപ്ഷൻ എ സൂഖ് ഉക്കാൽ, ഓപ്ഷൻ ബി സൂഖുൽ മജിന്ന, ഓപ്ഷൻ സി സൂഖു ദിൽ മജാസ്, ഓപ്ഷൻ ഡി സൂഖുൽ മിർബദ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. സൂഖ് ഉക്കാൽ, ഉക്കാല ചന്തയാണ്. അടുത്ത ചോദ്യം, ബയാനാനി ഫീമാ യലി വഫി ലൗഇഹിമ ഇഖ്തർ ഇജാബ സ്വഹീഹ ബിസ്തിഖ്ദാമി ശുഫ്ര താലിയ. താഴെ രണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് 1, അൽ മൽഹമ നൗഉൻ മിന ഷിറിൽ ഖസസി. ഷിറുൽ ഖസസിയുടെ ഒരു ഇനമാണ് അൽ മൽഹമ എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് 2, തശ്മലു അസ്സുൻഅത്തു ശഅരിയ അൽ വസ്ൻ വൽ ഖാഫിയ വൽ ഉസ്ലൂബ് ശഅരി. കവിതയുടെ നിർമ്മാണത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് അതിന്റെ വസ്ന്, ഖാഫിയ, കവിതയുടെ ശൈലിയും. ഓപ്ഷൻ എ കിലാഹുമ സ്വഹീഹ്, ഓപ്ഷൻ ബി കിലാഹുമ ഗൈറു സ്വഹീഹ്, ഓപ്ഷൻ സി അൽ അവ്വൽ ഫഖത്ത് സ്വഹീഹ്, ഓപ്ഷൻ ഡി അസ്സാനി ഫഖത്ത് സ്വഹീഹ്. ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. കൊടുത്തിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അതായത് ഷിറുൽ ഖസസിയുടെ ഒരു ഇനമാണ് ഷിറുൽ മൽഹമ എന്ന് പറയുന്നത്, ഇതിഹാസ കാവ്യങ്ങൾ. ഷിറുൽ ഖസസിയേക്കാൾ വീരകഥകളും ഇതിഹാസ കഥകളും നിറഞ്ഞ ഒരു നീണ്ട കാവ്യമാണ് ഷിറുൽ മൽഹമ എന്ന് പറയുന്നത്. ഇനി കവിതയുടെ നിർമ്മാണത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് അതിന് വസ്ൻ ഉണ്ടാവുക, ഖാഫിയ ഉണ്ടാവുക, അതിന് കവിതയുടെ ഒരു ശൈലി ഉണ്ടാവുക എന്നത്. ഇനി അടുത്ത ചോദ്യം, ലൈസ മിൻ അഖ്സാമിൽ അദബ്. സാഹിത്യം എന്നുള്ളതിന്റെ ആ ഒരു വിഭാഗത്തിൽ, ആ ഒരു ഇനത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ അശ്ശഅർ, ഓപ്ഷൻ ബി അൽ ഉസ്ലൂബ്, ഓപ്ഷൻ സി അൽ ഖിസ്വ, ഓപ്ഷൻ ഡി അൽ ഖിത്വാബ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അൽ ഉസ്ലൂബ് എന്നുള്ളതാണ്. കവിത എന്നുള്ളതും കഥ എന്നുള്ളതും പ്രസംഗം എന്നുള്ളതും എല്ലാം സാഹിത്യത്തിന്റെ ഇനങ്ങളിൽ
ഉൾപ്പെടുന്നു. എന്നാൽ അൽ ഉസ്ലൂബ് എന്നുള്ളത് ശൈലി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതൊരിക്കലും സാഹിത്യത്തിന്റെ ഇനത്തിൽ ഉൾപ്പെടുന്നില്ല. അടുത്ത ചോദ്യം, ഖബല ളുഹൂറിൽ ഇസ്ലാം കാനത് ലുഗത്തുൽ യമൻ അൽ ഖദീമ. ഇസ്ലാം വരുന്നതിന് മുമ്പ്, പ്രകടമാകുന്നതിന് മുമ്പ് യമനിന്റെ പഴയ ഭാഷ എന്തായിരുന്നു? ഓപ്ഷൻ എ അൽ ലുഗത്തുൽ ഇബ്രിയ, ഓപ്ഷൻ ബി അൽ ലുഗത്തുൽ നബ്തിയ, ഓപ്ഷൻ സി അൽ ലുഗത്തുൽ മുളരിയ, ഓപ്ഷൻ ഡി അൽ ലുഗത്തുൽ കഹ്താനിയ. ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ ഉത്തരമില്ല. യമനിന്റെ പഴയ ഭാഷകൾ പ്രധാനമായും അറബിയ അൽ ജനൂബിയയിൽ വരുന്ന ഭാഷകളാണ്. പ്രത്യേകിച്ച് 4 ഭാഷകളാണ് ഉണ്ടായിരുന്നത്: അസബഇയ, അൽ മുഈനിയ, അൽ ഖുതുബാനിയ, വൽ ഹളറമിയ. ഇനി അവസാനത്തെ ചോദ്യം, അൽ ലുഗൽ അറബിയ, അറബി ഭാഷയെക്കുറിച്ചാണ്. 2025 ജൂൺ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. 4 സ്റ്റേറ്റ്മെന്റുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് ശരിയായ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ഇഹ്ദ അൽ ലുഗാത്തു സാമിയ വൽ ലുഗർ റസ്മിയ ഫി ജമീ ദുവലിൽ അറബിയ വൽ ഇസ്ലാമിയ. അറബി ഭാഷ എന്ന് പറയുന്നത് സെമറ്റിക് ഭാഷകളിലെ ഒരു ഭാഷയാണ്. മാത്രമല്ല മുഴുവൻ ഇസ്ലാമിക അറബി രാഷ്ട്രങ്ങളുടെയും ഔദ്യോഗിക ഭാഷ കൂടിയാണ് അറബി ഭാഷ. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ഇഹ്ദ ലുഗാത്തുൽ ഉമമുൽ മുത്തഹിദ അസിത്ത. യുഎന്നിന്റെ, ഐക്യരാഷ്ട്രസഭയുടെ 6 ഔദ്യോഗിക ഭാഷകളിൽ ഒരു ഭാഷയാണ് അറബി ഭാഷ. വൽ ലുഗർ റസ്മിയ ഫി മജ്ലിസി തആവുനുൽ ഖലീജി. മാത്രമല്ല GCCയുടെ ഔദ്യോഗിക ഭാഷയാണ്. അതായത് ഗൾഫ് കോപ്പറേഷൻ കൗൺസിലിന്റെ ഔദ്യോഗിക ഭാഷ കൂടിയാണ്. ഇനി സ്റ്റേറ്റ്മെന്റ് 3 പറയുന്നത്, അൽ ലുഗർ റസ്മിയ ഫി ജമീ ദുവലിൽ അഅ്ളാഇ ലിജാമിയത്തി ദുവലിൽ അറബിയ ഫി ആസിയ വ ഇഫ്രീഖിയ. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലീഗ് ഓഫ് അറബ് സ്റ്റേറ്റ്സിൽ അംഗത്വമുള്ള മുഴുവൻ രാജ്യങ്ങളുടെയും ഒഫീഷ്യൽ ഭാഷയാണ്, ഔദ്യോഗിക ഭാഷയാണ്. സ്റ്റേറ്റ്മെന്റ് 4 പറയുന്നത്, അൽ ലുഗർ റസ്മിയ ഫി ജമീ ദുവലിൽ അഅ്ളാ ലിമൻളിമത്തി ദുവലിൽ മസ്തറ ലിൽ ബത്രൂൻ ഒപെക്. ഓർഗനൈസേഷൻ ഓഫ് ദി പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസിൽ അംഗത്വമുള്ള മുഴുവൻ രാജ്യങ്ങളുടെയും ഔദ്യോഗിക ഭാഷയാണ് അറബി ഭാഷ. ഇഖ്തർ അൽ ജവാബ് സ്വഹീഹ് മിനൽ ഖിയാറാത്തി താലിയ. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി. ഓപ്ഷൻ ബി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി. ഓപ്ഷൻ സി ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി. ഓപ്ഷൻ ഡി സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി. ഇവിടെ കറക്റ്റ് ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ്. അതായത് യുഎന്നിന്റെ 6 ഒഫീഷ്യൽ ലാംഗ്വേജസിൽ ഒരു ഭാഷയാണ് അറബി ഭാഷ. GCC കൺട്രീസിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് കൂടിയാണ് അറബി ഭാഷ. ആ ഒരു സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മാത്രമല്ല ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലീഗ് ഓഫ് അറബ് സ്റ്റേറ്റ്സിൽ അംഗത്വമുള്ള മുഴുവൻ രാജ്യങ്ങളുടെയും ഒഫീഷ്യൽ ലാംഗ്വേജ് കൂടിയാണ് അറബി ഭാഷ. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അതായത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, യുഎന്നിന്റെ 6 ഔദ്യോഗിക, ഐക്യരാഷ്ട്രസഭയുടെ 6 ഔദ്യോഗിക ഭാഷകളുണ്ട്. അറബിക്, ചൈനീസ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ, സ്പാനിഷ്. ആ ഭാഷകൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇതോടുകൂടി 2004 മുതൽ 2025 വരെ അസ്ലുൽ ലുഗൽ അറബിയ ഭാഗത്തു നിന്നും ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും വിശദീകരിച്ചു കഴിഞ്ഞു. താങ്ക് യു.